അദ്ദേഹത്തിന് സീരിയസ് ആയ കഥാപാത്രം കൊടുക്കുന്നതിൽ ഏറ്റവും അധികം സന്തോഷം എന്നോട് പ്രകടിപ്പിക്കുകയും നന്ദി പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം പുള്ളിക്ക് സീരിയസ് ആയ കഥാപാത്രം ചെയ്യാൻ വലിയ ഇഷ്ടമാണ്. ശരിയായിട്ട് ശ്രദ്ധിച്ചു കാണും. പുള്ളി ഇപ്പം കോമഡി അഭിനയിച്ചാലും പുള്ളി ശരീരം കൊണ്ട് മൊത്തം അഭിനയിക്കുന്ന ഒരാളാണ്, അല്ലാതെ ഡയലോഗ് മാത്രം ഡെലിവറി ചെയ്ത് നിൽക്കുന്ന ആളല്ല. വേറൊരു മീറ്റർ. അതെ അതെ അതെ. അപ്പൊ പുള്ളി പറയും എന്നോട് ഈ നമ്മളെ ഒരു എനിക്ക് തോന്നുന്നു 2001 ശേഷം പുള്ളി എപ്പോൾ എന്നെ ഫോൺ ചെയ്താലും വിളിക്കുന്നത് അഭിനയ ഞാൻ നീലനിലാവാണ് എന്നാണ് പറയുന്നത്. കാരണം ആ ഊമപ്പെണ്ണിലെ പാട്ടാണ്. അതും ഞാൻ അതിലേക്ക് മാത്രമല്ല, അത് സാർ എഴുതിയ പാട്ടും കൂടെയാണ്. അതെ അതെ, നീലനില. അതിന്റെ ലിറിസിസ്റ്റ് വിനയൻ സാറാണ്. നീലനിലാവേ നീ കേഴുകയാണോ എന്ന് പറയുന്ന പാട്ടിൽ ഒരു അതെ അന്ധനായ തെരുവ് ഗായകനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഈ ചാന്ദൻ പിള്ളയൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് കരുമാടിക്കുട്ടനിൽ കൊടുത്തത്. അതെ. അപ്പോൾ അതിനകത്ത് ആ സഹ്യസാനുശ്രുതി ചേർത്ത് വെച്ച മണി വീണയാണ് എൻ്റെ കേരളം. എനിക്ക് അത് ആ വള്ളത്തിലൊക്കെ നടന്ന് ഒരു ഗിഞ്ചറയും കുട്ടി പാടുന്ന പാട്ടാണ്. അത് കൂടാതെ അതിനകത്ത് കൈകൊട്ടുപെണ്ണയിലും പുള്ളിക്ക് ഞാൻ ഉണ്ട്. ആശാൻ ചേട്ടന്റെ തപ്പ് വേണമെന്ന് പറയുന്നതിലെ ആശാൻ അതെ പാട്ടിലെ ലിറിക്കിൽ ഉൾപ്പെടുത്തിയ ക്യാരക്ടറാണ് മാളച്ചേട്ടൻ ക്യാരക്ടർ. ചാന്ദാനാശാൻ എന്നുള്ള ഈ കരുമാടിക്കുട്ടൻ്റെ ഏറ്റവും വലിയ കരുമാടിക്കുട്ടനെ കളിയാക്കാത്ത കരുമാടിക്കുട്ടനോട് സ്നേഹം കാണിക്കുന്ന ആ ഗ്രാമത്തിലെ ഒരാളാണ് പുള്ളി.